നമ്മൾ ഹാർമോണിയത്തിലാണ് ഇതെല്ലാം സംഗീതം ചെയ്തത്. പുള്ളി ഗിറ്റാറിലാണ് പാട്ടുകളെല്ലാം സംഗീത സംവിധാനം ചെയ്തു വന്നത്. ഇദ്ദേഹത്തെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നത് ഡെന്നിസ് ജോസഫാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഡെന്നിസ് ജോസഫ് ഒരു ചിത്രത്തിന്റെ കണ്ണൂർ രാജൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഇദ്ദേഹം. കണ്ണൂർ രാജൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ജോഷി സാറിന്റെ ചിത്രത്തില് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് കണ്ണൂരാന് തിരക്കുള്ള പരിപാടി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്തിട്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, പുള്ളി ഒന്ന് പരീക്ഷിച്ചുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, പുള്ളി ആദ്യം ജോഷി സാറ് ജെന്നീസ് ജോസഫ് പറഞ്ഞതിൻ്റെ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തിരുന്നു, അത് പൂർണ്ണമായി. അതിനുശേഷം പുള്ളി സ്വന്തമായിട്ട് ഈ ഡെന്നിസ് ജോസഫ് നേരെ നമ്മുടെ ഇദ്ദേഹത്തോട്, അതായത് നമ്മുടെ തമ്പിക്കണ്ണനത്തോട് പറയുന്നു, ഇങ്ങനൊരു മ്യൂസിഷ്യനുണ്ട്, പ്ലേബാക്ക് ഒക്കെ ചെയ്യുന്നതാണ്, പുള്ളിയെ കൊണ്ട് നമുക്കൊന്ന് ഒരു പടം ചെയ്താൽ തന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം പുള്ളി സമ്മതിച്ചൊന്നുമില്ല, പിന്നെ പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് പുള്ളി ആദ്യത്തെ ചിത്രം ചെയ്യുന്നത്. അതിനുമുമ്പ് ആദ്യത്തെ 1981 പ്രേമയുദ്ധം എന്ന് പറഞ്ഞൊരു കന്നഡ പടം പുള്ളി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് രവീന്ദ്ര മാഷിൻ്റെ കൂടെ ഏറ്റവും കൂടെയൊക്കെ നിരവധി ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ 120 ചിത്രങ്ങൾ ചെയ്ത സംഗീതരാജൻ എന്നറിയപ്പെടുന്ന നമ്മുടെ SPVയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഈ വന്ന അനുസ്മരണം നടത്തിയ എല്ലാ മഹത്വ്യക്തികൾക്കും സ്നേഹത്തിൻ്റെ ഭാഷ